അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മജീദ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഹുസൈനാജിയുടെ ഭാര്യ അസ്കറിൻ്റെ ഉമ്മാക്ക് വലിയ ബേജാറാണ്. അത് കാരണം മറ്റൊന്നുമല്ല. അതെ, അത് മോൻ്റെ കല്യാണത്തിന് വേണ്ടിയല്ല മജീദ് ഇടയ്ക്കിടെ കയറി വരുന്നത്. അത് ഇയാൾക്കൊരു രണ്ടാം കെട്ട് വേണം. അതിനെപ്പറ്റി പലപ്പോഴും ചോദിക്കാറുണ്ട്. ഞമ്മക്ക് പറ്റിയൊരു പെൺകുട്ടി സെറ്റാക്കി കൊണ്ടിട്ടോ, എനിക്ക് എന്താ ചെയ്യാൻ തരും, അങ്ങനെയൊക്കെ പറയും. തീരെ ഒരു ഉളുപ്പില്ലാത്ത ആൾ. അതൊക്കെ നിങ്ങൾക്ക് ശരിയാക്കി തരും മുതലാളെ, നിങ്ങൾ ഒരു ബേജാറും ആവണ്ട. അങ്ങനെ സംസാരിച്ച് ഇരിക്കുന്നതിനിടക്കാണ് ഈ ഒരു വിഷയം ഹുസൈനാജിയോട് മജീദ് പറയുന്നത്. അതേ, നിങ്ങൾ കെട്ടാൻ പോണ മോളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത്. ഉമ്മ അതെല്ലാം ചെവിയോർത്തിരുന്നു. സാധാരണയായി തൻ്റെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് മറ്റൊരുത്തിനോട് സ്നേഹമാണ്, ഇഷ്ടമാണ് എന്നറിഞ്ഞാൽ ഏതൊരു മക്കളുടെ ഉമ്മാക്കും മനസ്സിൽ നല്ല ടെൻഷനുണ്ടാവും. പക്ഷേ ഈ ഉമ്മ അതിൽ സന്തോഷിക്കുകയാണ് ഉണ്ടായത്. ആ ഉമ്മാക്ക് അതിൽ ടെൻഷനേ ഇല്ലായിരുന്നു. ഹോ, ഭാഗ്യം, ആ കുട്ടിയെങ്കിലും നല്ല രീതിയിൽ രക്ഷപ്പെടട്ടെ. ഈ വീട്ടിലേക്കെങ്ങാനും ആ കുട്ടി എൻ്റെ മകൻ്റെ ഭാര്യയായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാട് തുടങ്ങുമായിരിക്കും അവൾക്ക്. ഞാൻ തന്നെ കണ്ടില്ലേ, മൂപ്പരെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ വേദന എനിക്കേ അറിയുള്ളൂ. അത്രക്കും പ്രയാസം അനുഭവിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത് തന്നെ. ഇഷ്ടം പോലെ സ്വത്തും മുതലും വാഹനങ്ങളും സമ്പത്തും പൈസയും ഉണ്ടായിട്ടെന്താ? സമാധാനമല്ലേ ഏറ്റവും വലുത്? അത് ഇയാളുടെ കൂടെ ജീവിക്കുമ്പോൾ കിട്ടില്ല. കാലച്ചെറുപ്പത്തിലെ എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ജീവിച്ചപ്പോഴേക്കും അയാളുടെ തനി സ്വഭാവം മനസ്സിലായി തുടങ്ങി. അയാൾക്ക് കെട്ടിയ പെണ്ണിനേക്കാൾ ഇഷ്ടം മറ്റുള്ളവരോടാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരുപാട് വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും കുഞ്ഞുങ്ങളായി, അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ലായിരുന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ കഴിയാൻ മാത്രം എല്ലാം ഉണ്ട്. പക്ഷേ മക്കളായി പോയില്ലേ. പലവട്ടം ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ, ഈ പോകുന്നെങ്കിൽ പോയിക്കോ, പക്ഷെ കുട്ടികളെ തൊടാൻ പാടില്ല എന്നായിരുന്നു ആജ്ഞ. താൻ പ്രസവിച്ച കുഞ്ഞുങ്ങളില്ലാതെ എന്ത് ജീവിതം എന്ന് കരുതി ഇവിടെ തന്നെ പിടിച്ചു നിന്നു. മക്കൾക്കെല്ലാം അറിയുന്നുണ്ട് ഉമ്മയുടെ വിഷമവും സങ്കടവും. എല്ലാം എൻ്റെ ഭാഗത്താണ് എല്ലാവരും. കാരണം ഉപ്പ എങ്ങനെയാണ് ആള്, പിന്നെ ഇപ്പം എന്താ. എൻ്റെ മോൻ അസ്കറിൻ്റെ കല്യാണം, അതും അയാളുടെ നിർബന്ധത്തിനാണ് കാണാൻ പോയത്. എന്നിട്ടും പാവം എൻ്റെ കുട്ടി വന്നില്ല, ഉപ്പാൻ്റെ ഓരോ പിരാന്ത് എന്ന് പറഞ്ഞ് അവിടെ നിന്നു. അതേതായാലും എൻ്റെ കുട്ടി കാണാൻ വരാത്ത നന്നായി. നല്ല മൊഞ്ചുള്ള, നല്ല അടക്കം ഒതുക്കുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. പക്ഷേ ഈ വീട്ടിലേക്ക് എത്തിയാൽ ആ കുട്ടിയുടെ സമാധാനവും നഷ്ടപ്പെടും. ആ കുട്ടി ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അതിനെ തന്നെ ആ കുട്ടിക്ക് വിവാഹം കഴിക്കാൻ കഴിയട്ടെ പഠിച്ചവനെ. അവിടെ അവൾക്ക് സ്വർഗമായിരിക്കും. അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടി കഷ്ടപ്പെടും എന്ന് മാത്രമല്ല, ഇയാളുടെ ഉപദ്രവം സഹിക്കേണ്ടി വരും. എൻ്റെ മോന് പാവാണ്. എൻ്റെ മോനെ അവളെ കൊണ്ടുപോവുകയാണെങ്കിലൊക്കെ ആയിക്കോട്ടെ. പക്ഷേ എന്നും അവിടെയും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം വീട്ടിൽ തന്നെയല്ലേ എല്ലാവരും നിൽക്കേണ്ടത്. ഇത് ഇയാളിവിടെ ഉള്ളിടത്തോളം കാലം പെണ്ണുങ്ങൾക്ക് ഇവിടെ സമാധാനം ഉണ്ടാവില്ല. മറ്റ് പെണ്ണുങ്ങൾക്ക് നല്ല കോളുമായിരിക്കും. അവരോട് നല്ല ചിരിയും സംസാരവും അവർക്കെല്ലാം കൊടുക്കലും അങ്ങനെയായിരിക്കും. നമ്മൾ വീട്ടിലെ ഭാര്യമാരും മരുമക്കളൊക്കെ പാവങ്ങളായി ഒതുങ്ങി കഴിയേണ്ടി വരും. വേദനിപ്പിക്കുന്ന പല പല കാഴ്ചകളും കാണേണ്ടി വരും. തൽക്കാലം ആ കുട്ടി രക്ഷപ്പെടട്ടെ. എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആ കുട്ടിയെ കണ്ടപ്പോൾ, എൻ്റെ മോൻക്ക് പറ്റിയ പെണ്ണാണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ മജീദിൻ്റെ വായിൽ നിന്ന് കേട്ട ആ ഒരു വാക്ക്, അതെനിക്ക് സന്തോഷമാണ് നൽകിയത്. എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടക്കട്ടെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അവരുടെ വീട്ടിലേക്ക് വിളിച്ചു പറയും എന്നൊക്കെയാണ് പറയുന്നത്. മൂപ്പര് നല്ല ദേഷ്യത്തിലാണ്, ഉറഞ്ഞു തുള്ളുകയാണ്. ആ കുട്ടിക്ക് പറയാൻ തോന്നട്ടെ, അവനെ തന്നെ എനിക്ക് മതി എന്നുള്ളത്. അങ്ങനെയായാൽ അവൾ രക്ഷപ്പെട്ടു പോയിക്കോളും, അല്ലാതെ ഇങ്ങോട്ടൊരിക്കലും വേണ്ട. എന്തായാലും മോനോടൊന്ന് വിളിച്ച് കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടി സങ്കടപ്പെടും. ആദ്യമേ പറഞ്ഞാൽ ആ പ്രശ്നമില്ലല്ലോ. മജീദേ, ഇനിയും ഇത് വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ഹുസൈനാജിക്ക് തടസ്സമായിട്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ
ഓനെ വെച്ചേക്കരുത്. ഓനക്കുള്ള എന്താന്ന് വെച്ചാൽ കൊടുത്തു വിടണം. അതാണ് വേണ്ടത്. അല്ല മുതലാളി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അത് ആ മൊബൈൽ ഷോപ്പിൻ്റെ ഉടമസ്ഥനെന്ന് പറഞ്ഞാൽ വലിയ ആളാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ആ ലക്കട സാധനം എന്നല്ല. എന്തായാലും വേണ്ടിയില്ല. അതിന് വേണ്ടി എത്ര പൈസ ഇറങ്ങിയാലും വേണ്ടിയില്ല. ഓനും ഓളും തമ്മിലുള്ള ബന്ധത്തിന് നമ്മൾ സമ്മതിക്കൂല. അത് നമ്മളെ വീട്ടിലേക്ക് വരേണ്ട കുട്ടിയാണ്. ആഹാ, ഓൾക്ക് അത്രയ്ക്ക് അഹങ്കാരോ. ഒരിക്കൽ ഞാൻ ഓളോട് ആ വണ്ടി കയറാൻ പറഞ്ഞിട്ട് പോലും ഓള് കയറിയില്ല. ഇപ്പം മറ്റുള്ളവരെ വണ്ടിയിൽ കയറാനും ഒക്കെ ഓൾ ഉഷാറാണ്. എന്താ ഓൾക്ക് ഇത്ര ഒരു അഹങ്കാരം? ഇത്ര പാടില്ലല്ലോ. ഉമ്മക്ക് ഏകദേശം കാര്യം പിടികിട്ടി തുടങ്ങി. ഏതോ മൊബൈൽ ഷോപ്പിൻ്റെ ഒരു മുതലാളിയാണെന്നൊക്കെയാണതാ പറയുന്നത്. ഒന്നും ചോദിക്കാൻ പറ്റില്ല. അഥവാ ചോദിച്ചാൽ തന്നെ എൻ്റെ നേർക്കെടുക്കും. പേടിയാണ്. ഭർത്താക്കന്മാരെ ഇത്രയധികം പേടിക്കുന്ന പെണ്ണുങ്ങളുണ്ടാവില്ല. പക്ഷേ എന്നാലും ചില സമയത്ത് ഞാൻ നല്ലോണം പറയും, സങ്കടം സഹിക്കാതെ വരുമ്പോൾ. എന്തായാലും ലത്തീഫിനെ വിളിച്ച് കാര്യം പറയണം. ആ പെണ്ണിൻ്റെ പഠിപ്പ് അങ്ങനെയുള്ള പഠിക്കണ്ട. പഠിപ്പണം നിർത്തണം. എന്നിട്ട് വീട്ടിലാണ് നിർത്തണം. അതന്നെ, എൻ്റെ മോനുണ്ട് വന്നിട്ട് പെട്ടെന്ന് കല്യാണം ആക്കണം. എൻ്റെ മോനെ പെട്ടെന്ന് വിളിച്ച് ഞാൻ വരുത്തട്ടെ, അല്ലാതെ ശരിയാവില്ല. അത് തേപ്പിലെ നുള്ളി കൊടുക്കാഞ്ഞാലേ അതങ്ങോട്ട് ഊക്കൂടിയിട്ട് പിന്നെ പിടിച്ചാൽ കിട്ടൂല. മജീദ് ഈ വിവരം ഹുസൈനാജിയുടെ വീട്ടിൽ പറയുന്ന കാര്യമൊന്നും പാവം നുസൈബയും ഷമ്മാസും അറിയുന്നില്ല. അവർ നല്ല ഹാപ്പിയിലാണ്. പടച്ചോനെ, ഇതുവരെ നീ ഞങ്ങളെ ഇങ്ങനെയൊക്കെ ആക്കിയല്ലോ. എല്ലാ തെറ്റിദ്ധാരണകളും മാറി ഞങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. പടച്ച റബ്ബേ, ഇനിയും യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് നിക്കാഹ് ചെയ്യുവാനുള്ള ഒരവസരം നീ നൽകണേ റഹ്മാനെ. അവർ രണ്ടുപേരും ദുആ ചെയ്യുകയാണ്. ഷമ്മാസിൻ്റെയും നുസൈബയുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തുകയാണ്. അധികം ദിവസം വൈകാതെ തന്നെ പെട്ടെന്ന് ഞങ്ങളുടെ നിക്കാഹ് നടക്കണം എന്നും അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നു. ഹലാലായതിനു ശേഷം ഇൻഷാ അല്ലാ പിന്നെ എന്തുമാവാലോ, ഒരു പ്രശ്നവുമില്ലല്ലോ. അതുവരെ ശരിക്കും പറഞ്ഞാൽ വിളിക്കുന്നതും പറയുന്നതും എല്ലാം തെറ്റ് തന്നെയാണ്. അത് രണ്ടു പേർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവർക്ക് അടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർ പഠിച്ചവനെ വിചാരിച്ചുകൊണ്ട് അല്പം അകന്നു തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. എങ്കിലും മനസ്സിനുള്ളിൽ ആ സ്നേഹം വല്ലാതെയുണ്ട്. ഉമ്മയും നുസൈബയും അവിടെ അതാ കോലായിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മ ചോദിച്ചു, അല്ല മോളെ, അന്നെന്താ ഷിഫ വേഗം കയറാതെ വേഗം പോയത്? നല്ല കുട്ടിയാണല്ലേ അവള്. ഉമ്മ, നല്ല കുട്ടിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അവൾ എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും. അതെന്തിനാണെങ്കിലും തന്നെ. അങ്ങനെയുള്ള ഫ്രണ്ട്സുകളെ കിട്ടണം. എന്നാൽ പിന്നെ കഴിച്ചില്ലായി. ചിലവരുണ്ടാവും ഒരു ഒറ്റപ്പെടുത്തണ ഫ്രണ്ട്സുകൾ. അങ്ങനെ ആകുമ്പോൾ ഇടങ്ങാറാവും കുട്ടികൾ. ഇതേതായാലും ഒരു കിട്ടൽ കിട്ടിയത് തന്നെ. ശരിയാണമ്മ, സത്യമാണ്. പാവാണ്. അവൾക്കൊക്കെ ശരിക്കും എക്സാമിനൊക്കെ പഠിക്കാനൊക്കെ അവൾക്ക് എൻ്റെ അത്ര അവൾ ശ്രമിക്കണമൊക്കെ ഉണ്ട്. പക്ഷെ അവൾക്ക് കുറച്ചൊരു താല്പര്യക്കുറവുണ്ട്. പിന്നെ പഠിക്കാൻ കുറച്ച് പിന്നോട്ടാണ്. പാവാണ്. അവൾ ജയിക്കട്ടെ. അവൾ പറയണത് എന്താണെന്നോ, നുസൈബ, നീ ഡോക്ടറായിട്ട് ഇറങ്ങുമ്പോൾ നിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാനുണ്ടാവും കേട്ടോ. അതാ പറയുന്നത്. പാവാണ്. ആ കുട്ടിക്കും MBBSനൊക്കെ സീറ്റ് കിട്ടട്ടെ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പഠിക്കുകയായിരിക്കും നല്ലത്. അതാവുമ്പോൾ ഒരു ആശ്വാസമാണ്. അതേ ഉമ്മ, പാവാണ്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്. എന്തിന് അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിനൊക്കെ. എന്നാലോ നല്ല സ്നേഹമാണ് അവൾക്ക്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാര്യത്തിൽ എപ്പോഴും നല്ലത് മാത്രം എനിക്ക് വരണം എന്നുള്ളൊരു ചിന്തയാണ് അവൾക്കുള്ളത്. അല്ലാതെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കൂല. ഇനിയിപ്പോൾ മാർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് ക്ലാസ്സിൽ ഫുൾ മാർക്ക് കിട്ടുമ്പോഴെല്ലാം അവൾ അതിയായി സന്തോഷിക്കും. അവൾക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഉന്നതത്തിൽ എത്തണം, അതാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അതുമല്ല, അവൾക്കറിയാലോ എൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ ഓള് പറയും, നീ അനുഭവിച്ചതിൻ്റെ അതിനേക്കാളും എത്രയോ സന്തോഷകരമായ ജീവിതം നിനക്ക് ലഭിക്കും എന്നൊക്കെ പറയും. മോളെ, അതൊക്കെ കിട്ടുമല്ലോ ഇൻഷാ അല്ലാ. ഒരു കൊല്ലം കൂടി കഴിയട്ടെ. അത് കേട്ടപ്പോൾ നുസൈബയുടെ മുഖം വല്ലാതെ അങ്ങ് വാടി. അതെ, ഉമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഹുസൈനാജിയുടെ വീട്ടിലേക്കുള്ള ആ ഒരു വിവാഹാലോചന, അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. അത് കേട്ടപ്പോൾ നുസൈബ ഒന്നും മിണ്ടിയില്ല. എന്താ മോളെ നീ മിണ്ടാത്തത്? അല്ലുമ്മ, അത്
എന്താ എന്തുണ്ടെങ്കിലും ഉമ്മാൻ്റെ മോള് പറയാൻ കേട്ടോ. ഒന്നും ഉണ്ടായിട്ടല്ല. അതിന് എനിക്ക് എന്താ അറിയില്ല, തീരെ ഒരു ഇഷ്ടമല്ലാത്ത പോലെ എൻ്റെ മനസ്സ് അതിന് അനുവദിക്കുന്നില്ല. അതെന്താ മോളെ, എല്ലാം കൊണ്ടും നല്ലതാണല്ലോ. ആ ഉമ്മയുടെ സ്വഭാവമൊക്കെ കണ്ടില്ലേ, എത്ര നല്ല ഉമ്മയാണ്. പിന്നെ ചെക്കനാണെങ്കിൽ നല്ല ചെക്കനാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമുക്ക് നല്ലത് വന്നത് നമ്മളെ തള്ളിക്കളയേണ്ട ആവശ്യമില്ലല്ലോ. ഏറ്റവും നല്ലത് വരുമ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാനും പാടില്ല. ഇൻഷാ അല്ലാ നോക്ക് നമുക്ക്. ഹൈറാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നടക്കട്ടെ. അന്ന് വൈകുന്നേരം ഉപ്പ വെറുതെ ഒന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങിയതായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര മഴയാത് കാരണം ഉപ്പ കുറച്ച് ദിവസമായി പണിക്കിറങ്ങിയിട്ട് തോട്ടത്തിൽ എന്തെങ്കിലും പണിയൊക്കെ എടുക്കും എന്നല്ലാതെ. എന്നാലും നുസൈബയുടെ ഫൈസലിൻ്റെ അനിയൻ കൊടുത്ത ആ ഒരു ക്യാഷ് കൊണ്ട് കുറേയൊക്കെ അവർ ചിലവ് കഴിഞ്ഞു പോകുന്നുണ്ട്. ഉപ്പ എപ്പോഴും അവന് വേണ്ടി ദ്വാ ചെയ്യും. ആ കുട്ടിയുടെ കരുണയുള്ള മനസ്സ്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മുടേത് തീർന്നു. ഉമ്മ അത് കേട്ട് പറയും, അല്ലെങ്കിലും അങ്ങനത്തെ ആൾക്കാരൊക്കെ എവിടെ നിന്ന് കിട്ടണം. പക്ഷേ നമ്മളെ മരുവന് അത് കുറച്ച് മോശമായിപ്പോയി. അതുകൊണ്ടല്ലേ ഇപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ കുട്ടി അവിടെ ജീവിക്കേണ്ടവളല്ലേ. എന്നാലും അവർ കണ്ടറിഞ്ഞ് എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട്. പഠിച്ച റബ്ബ് അവർക്ക് അതിനുള്ള ഗുണം നൽകട്ടെ. ഉമ്മയും പറയും, അതെ നല്ല മനുഷ്യന്മാരാണ്. ഓൻ്റെ സ്വഭാവം എന്താ അങ്ങനെ ആയിപ്പോയത് ആവോ. അതൊക്കെ നല്ലതാകുകയാണെങ്കിൽ നല്ലൊരു കിട്ടൽ തന്നെയായിരുന്നു. നമുക്ക് ടെൻഷനില്ലായിരുന്നു. ഇക്ക അതൊന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമില്ല, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഇനിയിപ്പോൾ എന്നാലും അവർക്ക് ഓർമ്മ ഉണ്ടല്ലോ നമ്മളെ, അതാണ്. അവൻ വന്നില്ലെങ്കിലും അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും പോകും, എന്തെങ്കിലുമൊക്കെ തരും. അങ്ങനെയൊക്കെ എപ്പോഴും ആ ഒരു സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം കടയിലേക്ക് ഉപ്പ ഇറങ്ങിയിട്ട് ഉപ്പയെ തിരിച്ച് കാണുന്നേയില്ല. എന്താ പഠിച്ചോനെ, മഗ്‌രിബാങ്ക് കൊടുത്തു, ഇപ്പം നിസ്കരിച്ച് വരാനും സമയമായല്ലോ. ഉപ്പ വേണമെങ്കിൽ ഇശാ നിസ്കരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരിക്കും. എന്തായാലും എന്താന്നാവോ, ഉപ്പാക്ക് വലിയൊരു സുഖമില്ലാത്തതുകൊണ്ടേ. എന്നാലും ഓല് തന്ന ചിലവിൻ്റെ പൈസ കൊണ്ട് അങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട്. ഇപ്പോൾ ഇനി മഴയൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ, അല്ലാതെ എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ഈ മഴ കൊണ്ട് പണിയെടുക്കുക. ഉമ്മ അവരെക്കുറിച്ച് എപ്പോഴും നല്ലത് മാത്രമാണ് പറയാറുള്ളത്. നുസൈബയും അതുതന്നെ. കാരണം അത്രക്കും സ്നേഹം ആ ഉമ്മ നൽകിയിട്ടുണ്ട്. ആ ഉമ്മയുടെ മകനും അതുപോലെ തന്നെ അത്രക്കും സ്നേഹനിധിയായ ആളുകൾ. നുസൈബ പഠിക്കുവാൻ വേണ്ടി റൂമിലേക്ക് പോയി. അവൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഫോൺ എടുത്ത് നോക്കും. അതെ, ഷമ്മാസ് എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഷമ്മാസും തന്നെ പെട്ടെന്ന് വിളിക്കാനൊന്നും പറ്റില്ല, എങ്കിലും ഷമ്മാസ് അതിലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹിജാബി, ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്നെ വിളിക്കാൻ തോന്നുകയാണ്. നിന്നോട് ഒരുപാട് സമയം സംസാരിക്കണം എന്നൊക്കെ തോന്നുകയാണ്. പക്ഷേ അത് നമുക്ക് അനുവദനീയം ആയിട്ടില്ലല്ലോ. എനിക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് നിന്നോട് സംസാരിക്കാൻ. എന്നാണ് നമ്മളുടെ നിക്കാഹ്? അത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സംസാരിക്കാമല്ലോ. അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഉമ്മയോടൊക്കെ പറഞ്ഞ് സെറ്റാക്കണം ഇൻഷാ അല്ലാ. അതിന് റീപ്ലൈ ആയി നുസൈബ മെസ്സേജ് അയച്ചു. ഇൻഷാ അല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാവട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹിജാബി, നീ പഠിച്ചോ, നിന്നെ ഞാൻ ബുദ്ധിമുട്ടാക്കുന്നില്ല. ഇൻഷാ അല്ലാ, നിനക്ക് നല്ല റാങ്കോട് കൂടി പാസ്സാവണം എന്നല്ലേ നീ ആഗ്രഹിച്ചത്, അത് നടക്കട്ടെ. സമയം 9 മണിയായിട്ടും ഉപ്പയെ കാണുന്നില്ല. ഉമ്മാക്ക് ആകെ വിഷമായി. മോളെ നുസിയെ, ഉപ്പാനെ കാണുന്നില്ലടി, ഒന്ന് വിളിച്ചു നോക്ക്. എൻ്റെയിലാണെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ബാലൻസും ഇല്ല തോന്നുന്നുണ്ട്. കട്ടയക്കണ്. ഉമ്മ ഇതങ്ങൾ വിളിച്ചോളി, ഇതാ ഉപ്പാനെ നമ്പർക്ക് ഞാൻ അടിച്ചു തരാം. ഉപ്പയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ. അല്ല, നിങ്ങൾ എവിടെ നിൽക്കുക? സമയം കുറേ ആയല്ലോ. മഗ്‌രിബിന് മുമ്പ് പോയതല്ലേ. സാധാരണയായി മഗ്‌രിബ് നിസ്കരിച്ച് വരാറുണ്ടല്ലോ. അതിപ്പോൾ 9 മണിയായി. എവിടെ? അവിടെ നിൽക്കുകയാണോ? മഴ ഉണ്ടായിട്ടാണോ? കുട എടുത്തിട്ടില്ലേ? ഞാൻ അപ്പം അങ്ങോട്ട് വരാം. ആ ആയിക്കോട്ടെ. ഉമ്മ അതാ ഫോൺ കട്ട് ചെയ്യുന്നു. ഉമ്മ എന്താ പറഞ്ഞത്? ഞാൻ ഇപ്പം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എവിടെയാണാവോ? അങ്ങാടിയിൽ നിൽക്കുന്നുണ്ടാവും വേണമെങ്കിൽ. ഇത്ര സമയം നിൽക്കണമെന്നില്ല, എന്താണാവോ. എന്നാൽ അന്ന് ഹുസൈനാജിയുടെ വീട്ടിൽ നിന്ന് മജീദ് നേരെ ഇറങ്ങിയത് അവിടെയുള്ള അങ്ങാടിയിലേക്കാണ്. നുസൈബയുടെ ഉപ്പ സ്ഥിരമായി സാധനം വാങ്ങുന്ന ആ കടയിലേക്ക്. എന്താ മജീദേ, ഈ വൈക്കൊക്കെ അന്നപ്പോൾ കാണലില്ലല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ബ്രോക്കർ പരിപാടിയൊക്കെ? ബ്രോക്കർ പരിപാടിയൊക്കെ ഉഷാറായി പോകുന്നുണ്ട്.
പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ കല്യാണം ഉണ്ടാക്കിയ നമ്മൾ ബ്രോക്കർ പണിയിലൂടെ ഉണ്ടാക്കിയ പെൺകുട്ടികളും ആൺകുട്ടികളും വേറെ ഓലെ സ്വന്തമായിട്ട് ബ്രോക്കർ പരിപാടി തുടങ്ങുന്നത് ശരിയാണോ അല്ലേ? അല്ല മജീദേ, ഇജ്ജെന്താ ഇങ്ങനെയൊക്കെ വളച്ച് കെട്ടി പറയണേ? കാര്യം എന്താ വെച്ചാൽ തുറന്ന് പറയും. ഒന്നുമില്ലേ, നമ്മൾ പറഞ്ഞ് സെറ്റാക്കിയ ഒരു കല്യാണം ചെറിയൊരു പിഴവ് പറ്റുന്നുണ്ട്. അതെന്താ അങ്ങനെയൊക്കെ പറയണത്? അന്നെക്കാളും നല്ല പെൺകെട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കുട്ടികൾ വേറെ വഴി മാറിപ്പോവും. ഇജ്ജുമാണെങ്കിൽ എങ്ങനത്തെയും കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ടാവും. അതായിരിക്കും. അതൊന്നല്ല മുതലാളിയെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോക്കട്ടെ. നമ്മളെ ലത്തീഫിൻ്റെ കുട്ടി, നമ്മൾ ലത്തീഫാക്കല്ലേ, ആ കുട്ടിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് അഭിപ്രായം? പഠിച്ചോനെ, ആ കുട്ടിനെ കുറിച്ച് എന്ത് പറയാനാ? എന്തോ ഒരു നല്ല മട്ടത്തിനാണ് ആ കുട്ടി പോവല്. മുഖത്തുകൂടി ആ ഒരു എന്താ ഒരു പേര് ഉണ്ടല്ലോ, എന്താ പറയുക, ബുർക്കേ, അതന്നെ, ആ മുഖത്ത് തുണിയിട്ട് ആ ഒരു സംഭവം കൂടി മുഖം മൂടിയിട്ടിട്ടാണ് ആ കുട്ടി പോവല്. ആ കുട്ടീൻ്റെ കണ്ണ് മാത്രം കാണുള്ളൂ നമ്മൾ നോക്കിയാലും തന്നെ. അത്രയ്ക്ക് നല്ല അച്ചടുക്കും ദീനീബോധമുള്ള കുട്ടികൾ ഉണ്ടാവുമോ? അപ്പോൾ ഇജ്ജല്ലേ പറഞ്ഞു കേട്ടിനു ഓൾക്ക് ഒരു പെൺകെട്ടി ഉണ്ടാക്കി വെച്ചിക്കണമെന്നൊക്കെ. അതിപ്പോൾ എന്തായി? ഇവിടുത്തെ ഹുസൈനാജിൻ്റെ മോനെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിനു. അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. ഓൾക്ക് ഞാൻ ഉണ്ടാക്കണതേ ഒന്നാമത്തെ കെട്ടല്ലത്, രണ്ടാമത്താണ്. ഒന്നാമത്തെ കെട്ട് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഓൾക്കും മോശമുള്ളിടത്തേക്കൊന്നും ആ കുട്ടീനെ കൊണ്ടുപോയിട്ടില്ല. പൊന്നാര എൻ്റെ മജീദേ, നമ്മൾ വെറും സ്വത്തും മുതലും സമ്പത്തും പൈസയും മാത്രം നോക്കിയാൽ പോരാ. ചെക്കന്മാരെ കുറിച്ചും കുറച്ച് ആലോചിച്ച് നോക്കണം. ആദ്യത്തിൽ ഒന്നും നോക്കിയില്ലല്ലോ, ബാക്കിയെല്ലാം നോക്കി, അത് മാത്രം നോക്കിയില്ലല്ലേ. ചെക്കൻ കൂതറയാണോ, ചെക്കൻ നല്ലതാണോ, അതൊന്നും നോക്കിയില്ല. അതുകൊണ്ട് ആ കുട്ടീൻ്റെ ഭാവി നഷ്ടപ്പെട്ടു. ഇപ്പോഴത്തത് എന്താ മട്ടം? ചെക്കനെ കുറിച്ച് അന്വേഷിച്ചിക്കണോ? അതോ ഓല വീടും പറമ്പും സ്ഥലവും പണം കണ്ടിട്ടാണോ കെട്ടിക്കണത്? അതൊക്കെ സെറ്റപ്പ് ചെക്കനാണ്. ഇനിയിപ്പോൾ സെറ്റപ്പ് ചെക്കന് അതിന് റെഡി അല്ലെങ്കിലും ഹുസൈനാജിനെ കെട്ടാൻ തയ്യാറല്ലേ? മൂപ്പർക്കാണ് വലിയ പൂതി. മൂപ്പർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കല്യാണം ആദ്യം റെഡി ആക്കിയിട്ടത്. അതിപ്പോൾ ലത്തീഫാക്കൊക്കെ അറിഞ്ഞപ്പോൾ ആ ഓൽക്ക് പറ്റിയില്ല, പ്രശ്നമായി, പണിയിൽ നിന്ന് പിരിഞ്ഞു പോയി, അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം എന്താട്ടി മോനക്ക് വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അത് സെറ്റാക്കി. മോനും തള്ളയും കൂടി നാളെ ഞങ്ങൾ കാണാൻ വന്നു. പക്ഷേ മോന് കാണാൻ വന്നില്ല. മോനവിടെ വഴിയിൽ നിന്ന് ഉപ്പാൻ്റെ ഓരോ പിരാന്തിനെ പോകാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഉമ്മനെ കാണാൻ പോയത്. അല്ല മജീദേ, അപ്പം എൻ്റെ ഇപ്രാവശ്യത്തെ കല്യാണം ചതിയുണ്ടോ ഇതിൽ? അല്ല, അപ്പോൾ ബാപ്പാക്ക മോൻക്ക പെണ്ണ്? അതേ, എൻ്റെ സ്നേഹിതൻ്റെ മോളാണ് ആ കുട്ടി. ലത്തീഫ് എന്ന് വെച്ചാൽ അത്ര വലിയ പ്രായമൊന്നുമല്ല, ഓൻ്റെ മോളാണ്. ഇയാൾ എന്ന് വെച്ചാൽ പ്രായമായ ആളാണ്, ഹുസൈനാജി. അയാൾക്കേ ഇപ്പോഴും എന്താ പെണ്ണിട്ടുള്ള സൂക്കേട് മാറിയിട്ടില്ലേ? പേരക്കുട്ടീൻ്റെ പ്രായമാണ് ആ കുട്ടിക്ക്, അതും പത്തരമാറ്റുള്ള പെൺകുട്ടിക്ക്. ഒരിക്കലും അങ്ങനത്തെ ചതിയൊന്നും ചെയ്യല്ലേട്ടാ. അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്നെ വെറുതെ വിടൂല. അത് നോക്കിക്കോണ്ടി. മോൻക്കാണെന്ന് ഉറപ്പായിട്ട് മാത്രം ഇതിന് നിന്നാൽ മതി. അല്ലാതെ മോൻ കെട്ടിയ പെണ്ണും അയാളപ്പോൾ ജീവിക്കലും അതൊന്നും ശരിയാവില്ല. പിന്നെ വെച്ചക്കൂല എൻ്റെ ബ്രോക്കർ പണി, അതോടെ ഇവിടെ നിർത്തും. അങ്ങനത്തെ ചെറ്റത്തരത്തിന് കൂട്ട് നിന്നാൽ പറഞ്ഞില്ല എന്ന് പറയണ്ട. പൊന്നാര മുതലാളി, നിങ്ങളോട് ഞാൻ ചൂടാകാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല, കാര്യങ്ങളൊന്നും പറഞ്ഞോന്ന് മാത്രം. ആ കുട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു നല്ല കുട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. സംഭവം കാര്യമൊക്കെ ശരി തന്നെയാണ്. എന്നാലേ നിങ്ങൾക്ക് ഓലെക്കുറിച്ച് എപ്പോഴും നല്ല അഭിപ്രായമല്ലേ? എന്നാൽ ആ അഭിപ്രായം ഒന്ന് മാറ്റി പിടിച്ചാൽ നേരേക്കണ്. എന്താടാ മാറ്റി പിടിക്കാനൊന്നുമില്ല. ആ കുട്ടി നല്ല കുട്ടി തന്നെയാണ്, അതേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ അത് ഓരോന്ന് പറഞ്ഞതിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കാണ്ട് വേറെ നിങ്ങൾ കല്യാണം ഇത് മുടക്കാനും അതിന് ഇതൊന്നും നിൽക്കണ്ട. ആ കുട്ടി നല്ല രീതിയിൽ ജീവിച്ചു പോകണം, അങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ. പഠിക്കണം, എന്തൊരു ഉന്നത പഠനം, അത് കഴിഞ്ഞ് ഡോക്ടറായി ഇറങ്ങും എന്നൊക്കെ പറയണത്. അതിനു വേണ്ടി ഞങ്ങളൊക്കെ കാത്തിരിക്കണത്. ലത്തീഫ് എന്ന് വെച്ചാൽ ഒരു സാധു മനുഷ്യനാണ്. ഒരു ആണ്ടരി പോലും ഓനക്കില്ല. ഓൻ്റെ മക്കളെക്കുറിച്ചും പെണ്ണുങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലേ അയാൾ നല്ല ദേഷ്യത്തോടെ തന്നെ മജീദിനോട് അത് പറഞ്ഞു. നിങ്ങളിങ്ങനെ ചൂടാവേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ലത്തീഫിൻ്റെ മോളെന്ന് പറഞ്ഞാലേ. സംഭവത്തിൽ ഹിജാബും ബുർക്കയും നിക്കാബും മുഖം മൂടി കെട്ടേ പുറത്തിറങ്ങും പോകലൊക്കെ ഉള്ളൂ. പക്ഷേ ആ കുട്ടിക്ക് മറ്റൊരു ചെക്കനോടൊരു ബന്ധമുണ്ട്, എനിക്കൊരു തോന്നൽ.
എങ്ങനെ ഇപ്പം അങ്ങനെ ഒരു തോന്നല എനിക്ക്? കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറയരുത് കേട്ടോ. അത് നല്ല രീതിയിൽ നടക്കേണ്ട കുട്ടികളെ കൊണ്ട്. പൊന്നാര കാക്ക, ഞാൻ ഒരിക്കലും അനാവശ്യം പറയില്ല. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ് ഞാൻ എന്ത് കണ്ടത്. ഓരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ കൈമാറുകയെ, ഒരു പൊതി കൈമാറുന്നുണ്ട്, പിന്നെ വണ്ടിയിൽ കയറ്റി വിടുന്നു കണ്ട്. പൊന്നാര ചങ്ങായേ, അതൊക്കെ സർവ്വസാധാരണമല്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യം എന്തൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കാനും തെറ്റിദ്ധരിക്കാനും പാടുണ്ടോ? എന്താ ഈ പറയണത്? അല്ല കാക്ക, ശരിക്കും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ്. ആ കുട്ടീനോടായി ചോദിച്ചാൽ സത്യം പറയും. ശരിക്കും ആ പെണ്ണിന് അവിടെ ഒരു മൊബൈൽ ഷോപ്പുണ്ട് ടൗണിൽ. ആ ഒരു മൊബൈൽ ഷോപ്പിൽ ഒരു ചെക്കനുണ്ട്. സുന്ദരനായ ഒരു ചെറുക്കനൊക്കെ തന്നെയാണ് സംഭവം. കാണാനൊക്കെ നല്ല മൊഞ്ചുള്ള ആളാണ്. അവിടുത്തെ മുതലാളിയാണ്. ഓനോട് ചെറുതായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതിപ്പോൾ തന്നെ എതിർത്തിയില്ലെങ്കിൽ എന്താവും, അത് വലിയതായി പോവും. ഇപ്പം തന്നെ നുള്ളിട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോളേ നിങ്ങളെ സ്നേഹിതം ഉണ്ടല്ലോ ലത്തീഫാക്ക, ഒന്ന് വരുമ്പം സൂചിപ്പിച്ചാണ്ടി സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇത് പറഞ്ഞാൽ ഹുസൈനാജി അവിടെ നേരിട്ട് വിളിക്കാൻ നിൽക്കണ്. നിങ്ങൾ മുഖേനാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ലത്. കാര്യങ്ങൾ ഇപ്പോഴെന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടാളേ, അല്ലെങ്കിലേ നല്ലൊരു കല്യാണം ഇവിടെ മുടങ്ങിപ്പോൾ. പറഞ്ഞിരാന്ന് വേണ്ട. അതും പറഞ്ഞുകൊണ്ട് മജീദത ഇറങ്ങിപ്പോകുന്നു. നുസൈബയുടെ ഉപ്പയുടെ സ്നേഹിതൻ അത് കേട്ടപ്പോൾ ശരിക്കും എന്തൊക്കെയോ ഒരു വിഷമമുള്ളത് പോലെ. ഓൻ പറഞ്ഞത് കാര്യമായിരിക്കുമോ? ഇനിയിപ്പോൾ എന്തൊക്കെ റബ്ബ ഉണ്ടാകണമെന്നാവോ. കാര്യങ്ങൾ ഓനോട് പറഞ്ഞാലും സങ്കടം, പറയാതിരുന്ന അതിലേറെ വലിയ ചതി. എന്താ പഠിച്ചവനെ ഞാൻ ചെയ്യുക? ലത്തീഫ് ഈ വൈക്കെങ്ങാനും വരികയാണെങ്കിൽ അത് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ഇപ്പം ചെയ്യുക? ഒന്നും ഒരു എത്തും പിടിയും കിട്ടണില്ല. എന്തായാലും ഒന്ന് പറഞ്ഞ് നോക്കാം. കാരണം പറയാൻ പൂതിയൊന്നുമില്ല. ആ കുട്ടിയുടെ സ്വഭാവം ഓൻ്റെ സ്വഭാവമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വിഷമമുള്ള വാർത്തയായിരിക്കും ഓൾക്ക്. എന്തായാലും പഠിച്ചോനെ കുട്ടികൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഒരു ചതിയിലും കുട്ടികൾ പെടാതിരിക്കട്ടെ. ഷമ്മാസ് ഒരിക്കലും ഇത്ര നല്ല ആളാണെന്നോ അല്ലെങ്കിൽ ദീനിയായ ആളാണെന്നോ അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് അറിയുന്നില്ല. അവർ ഏതോ ഒരു ചെക്കനെ ഇഷ്ടമാണ് എന്നാണ് കരുതിയത്. അങ്ങനെ ആകുമ്പോൾ അത് അതിലേറെ വലിയ വിഷമാവും എന്ന് കരുതിയിട്ട് നുസൈബയുടെ ഉപ്പയോട് അദ്ദേഹം അത് പറയാൻ തീരുമാനിക്കുന്നു. അന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ അയാളുടെ കടയിലേക്കാണ് ഉപ്പ പോയത്, എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. ലത്തീഫേ, ആ എന്തടാ മഴയൊക്കെ ആയിട്ടില്ലേ? ഇപ്പം പണിക്ക് അങ്ങനെ കാണലില്ലല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പണി നിർത്തിക്കണേ. ആ നമ്മളെ കുട്ടിൻ്റെ ആ പെരക്കാർ ഉണ്ടല്ലോ, നല്ല ആൾക്കാരാണ് കേട്ടോ. നല്ല ആൾക്കാരായിരുന്നു. അത് കുറച്ച് പൈസ തന്നിരുന്നു. അപ്പോൾ ഇനി മഴത്ത് നിങ്ങൾ ഇറങ്ങണ്ടെന്നും പറഞ്ഞിട്ടേ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. നമ്മളെ മരുവൻ്റെ കാര്യം കുറച്ച് മോശമായിരുന്നു. ഓനക്കൊരു അനിയൻ ചെക്കനുണ്ട്. എന്താ പഠിച്ചോനെ, തങ്കപ്പെട്ട കുട്ടിയാണ്. ഒരു മനുഷ്യസ്നേഹി എന്ന് തന്നെ പറയാം. എന്തായാലും അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഞാനൊരു ഒരു കാര്യം പറഞ്ഞാൽ ലത്തീഫിൻ്റെ സങ്കടം കാണേണ്ടി വരും എന്ന് കരുതിയിട്ട് അയാളത് കഴിയുന്നതോ മറച്ചു വെച്ചു. പിന്നെ മറച്ചു വെച്ചിട്ടും കാര്യമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ചതിയിൽ കുട്ടികൾ വീണ് പോയാൽ പിന്നെ പറഞ്ഞിട്ട് ഫലം ഉണ്ടാവില്ല. പാവം കുട്ടികളാണ്. എന്തായാലും പറയാമെന്ന് വിചാരിക്കുന്നു. ലത്തീഫേ, എടാ എന്നോട് എനിക്കൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യടാ? അതെ, ഒന്നുമല്ല. നമ്മളെ മക്കളെക്കുറിച്ചും നമ്മളെ കുടുംബക്കാരെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങാറല്ലേ. എൻ്റെ കുട്ടീനെ പോലെയാണ് എൻ്റെ കുട്ടീനെ ഞാൻ കരുതണമെന്നുള്ള എനിക്കറിയാലോ. ഓൾ ഒഴിവാക്കിയെന്ന് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കണേ. കാരണം എൻ്റെ കുട്ടീൻ്റെ സ്ഥാനമാണ് ഓൾക്ക് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇജെന്താ കാര്യം പറയടാ? ഒന്നുമല്ല, ആ മജീദ് ഇത് വഴിക്ക് വന്നീനേ. മജീദ് പറഞ്ഞു, നമ്മളെ നുസൈബ മോൾ പഠിക്കണ കോളേജിൻ്റെ അടുത്തൊരു മൊബൈൽ ഷോപ്പുണ്ട്, പുതിയ ഷോപ്പാണ്, നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പൊക്കെ തന്നെയാണ്. അതിലൊരു ചെക്കനുണ്ട്. ആ ചെക്കന് ഇവളായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നോ വർത്താനം പറഞ്ഞുവെന്നോ എന്തോ കൊടുത്തുവെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിനു. അത് കേട്ടപ്പോഴേ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കത് വല്ലാത്തൊരു ഇടങ്ങാറ്. കാരണം നമ്മളെ കുട്ടികളാണല്ലോ. ഒന്നിലും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂചന നൽകാൻ വേണ്ടിയിട്ട് എന്നോടൊന്ന് പറഞ്ഞോ മാത്രം. എനിക്ക് എന്നെ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും ഒന്നുമല്ല. അപ്പോൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കേട്ടോ മോളോട്, ഒരു ചതിയിലും പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. നുസൈബയുടെ ഉപ്പ അത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. പടച്ച റബ്ബേ,
എൻ്റെ കുട്ടീനെ കുറിച്ചാണോ അങ്ങനെ പറഞ്ഞത്? എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യുമോ? ഹേയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എൻ്റെ കുട്ടി അത്രക്കും നല്ല രീതിയിൽ നടക്കുന്ന കുട്ടിയാണല്ലോ. എന്താ പിടിച്ചോനെ പറ്റിയത്? ലത്തീഫെ, നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കുട്ടികളല്ലേ, അതല്ല പ്രായം. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുക, പറയുക, വർത്തമാനം പറയുക, എന്തെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്, ഇപ്പോഴത്തെ തലമുറ അങ്ങനെയാണല്ലോ. അതിലൊന്നൊരു പേടില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ഏതാ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മജീദിൻ്റെ വാക്കാണ്. ഇനിയിപ്പോൾ ഓൽക്കൊരു പേടി ഉണ്ടാവുകയാണെങ്കിൽ ഹുസൈനാജിനോടുള്ള ആ ഒരു കെട്ട് മാറിപ്പോവോ, ഓൻ്റെ ബ്രോക്കർ പൈസ കിട്ടൂലേ എന്നുള്ളൊരു പേടി ഉണ്ടാവും ഓനക്ക്. അതുകൊണ്ടായിരിക്കും സംഭവം ഇവിടെ വന്ന് പറഞ്ഞത്. വീട്ടിലേക്ക് വിളിച്ച് പറയണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടീനും. എന്താ ജി പറയണത്? എൻ്റെ കുട്ടീനെ കൊണ്ട് ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മുണ്ടും പറയുക എന്തെങ്കിലും കൊടുക്കുക ചെയ്തിട്ടുണ്ടാവുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്തിട്ടൊന്നല്ല. എന്നാലും നമ്മളെ കുട്ടികളെ കൊണ്ട് അങ്ങനെ മോശം പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങാറല്ലേ? എങ്ങനെയാ അത് സഹിക്കും? പൊന്നാര ലത്തീഫേ, ഇജ്ജ് ടെൻഷനല്ല കേട്ടോ. എനിക്ക് ഇന്നാളെ ടെൻഷനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കിടന്നതാണ്. അതിനകത്തില്ല. മോളോടൊന്ന് പറയാം, മോളെ കരുതുന്നത് നല്ലതാണ്. പല രീതിയിൽ ആൾക്കാർ പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ ചതിയന്മാരായിരിക്കും, ചിലപ്പോൾ നല്ല ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് പെണ്ണുങ്ങളൊന്ന് കരുതുന്നത് നല്ലതാണെന്ന് അത് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടൊന്നും ഉണ്ടായിട്ടുമില്ല. ഓൻ്റെ മജീദിൻ്റെ വർത്താനല്ലേ, വിശ്വസിക്കാനും വയ്യ. നുണ പറയാം, നല്ല ഉഷാറാണ്. ഉള്ളത് എന്തെങ്കിലും ചെറുതിൻ്റെ ഒന്ന് കൂട്ടി പറയും ചെയ്യും, അതുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞ വിവരം എന്നോടൊന്ന് അറിയിച്ചു എന്ന് മാത്രം, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ പേരിൽ മോളെ പോയി ചീത്തറൊന്നും വേണ്ട കേട്ടോ. ആ കടയിൽ നിന്ന് ഉപ്പാക്ക് പുറത്തിറങ്ങാനേ കഴിഞ്ഞില്ല. മനസ്സിൽ വല്ലാതെ ടെൻഷൻ വന്നു. എൻ്റെ നുസൈബ മോള്, പഠിച്ചോനെ, അവൾ അങ്ങനെയൊക്കെ ആവുമോ? ഹേയ്, ഒരിക്കലുമില്ല. എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കുട്ടി അത്രക്കും നല്ല കുട്ടിയാണ് അവൾ. ഇപ്പോൾ അവിടേക്കുള്ള കല്യാണം ഉറപ്പിച്ച് വെച്ചപ്പോൾ തന്നെ പാവം ഞങ്ങളെന്താ പറയണത് അതിനെ അവൾ കൂട്ട് നിൽക്കുള്ളൂ. അല്ലാതെ അവൾ അവളുടെ ഇഷ്ടത്തിനായിട്ട് ഒന്നും പറയുക പോലുമില്ല. പാവം പെണ്ണാണ്. എൻ്റെയും എൻ്റെ ഭാര്യയുടെയും വർത്തമാനത്തിന് മാത്രം അവളെ അങ്ങനെ നിൽക്കുള്ളൂ, ഒന്നിനെതിരെ പറയൂല. നല്ല കുട്ടിയാണ്. പഠിച്ചവനെ കാത്തു രക്ഷിക്കണേ. പക്ഷേ എന്നാലും ഒരു പേര് കേട്ടാൽ ആകെ പരക്കും. അതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കല്യാണമൊക്കെ മുടങ്ങും. എന്താ പഠിച്ചോനെ ഞാൻ ചെയ്യാം? ലത്തീഫേ, എനിക്ക് ടെൻഷനായോ? ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല, ജസ്റ്റ് ഒന്ന് ഒരു കാര്യം ഒന്ന് ആ കുട്ടിനോടൊന്ന് പറഞ്ഞു നോക്കിയാൽ മതി. നമ്മളെ ഭാഗമൊന്ന് ശ്രദ്ധിക്കണമെന്ന്. വേറൊന്നും ഉണ്ടായിട്ടില്ല. മജീദിൻ്റെ വാക്കല്ലേ, അതൊന്നും അത്രയൊന്നും ഉണ്ടാവില്ലേ. എന്തെങ്കിലും കണ്ടിട്ട് വന്ന് പറഞ്ഞതായിരിക്കും. ഞാൻ ഇറങ്ങുകയാണ്. അതാ ഉപ്പ അവിടെ നിന്ന് ഇറങ്ങുന്നു. ആ ഒരു സമയത്താണ് ഉമ്മയുടെ ഫോൺ വന്നത്. ശക്തമായ കാറ്റും മഴയും. ഉപ്പയുടെ മനസ്സ് വല്ലാതെ പതറിയിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മോള്, ഹേയ്, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യുമോ? ഇല്ലില്ല, എൻ്റെ കുട്ടി എനിക്ക് മാനക്കേട് ഉണ്ടാക്കണത് ഒന്നും ചെയ്യൂല, അതെനിക്കറിയാം. മഴയും കാറ്റും പോലെ തന്നെ ആ ഉപ്പയുടെ മനസ്സും വല്ലാതെ ഇളകി മറിയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയെ കാണാനില്ലാതെ അതാ നുസൈബയും അനിയത്തിമാരും ഉമ്മയും കോലായിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയാണ്. ഉമ്മ പറഞ്ഞു, പടച്ച റബ്ബേ, ശക്തമായ കാറ്റും മഴയാണ്. ഉപ്പയെ ഇതുവരെ കാണാനില്ല. എന്താണാവോ? വിളിച്ചിട്ട് എടുത്തു, പക്ഷേ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അവർ അവരുടെ സിറ്റൗട്ടിലിരുന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പ കുടയെടുത്തില്ലേ? മോളെ, എനിക്ക് ഓർമ്മയല്ല എടുത്തുക്കണമെന്നുള്ളത്. നീ നോക്കണം. ഇല്ലെങ്കിൽ ഉമ്മ, ഞാൻ കൊണ്ടുപോയി കൊടുക്കണോ കൊട? അത് വേണ്ട മോളെ, ഈ നട്ടപ്പാതിരാക്ക് നീ ഇറങ്ങണ്ട. കുറച്ച് കഴിഞ്ഞപ്പോഴതാ വീടിന് മുമ്പിലൂടെയുള്ള വഴിയിൽ നനഞ്ഞു കുളിച്ച ആ ഒരു രൂപം വരുന്നു. അതെ, ഉപ്പ നനഞ്ഞുകൊണ്ട് വരികയാണ്. എന്താ പഠിച്ചോനെ ഉപ്പ കൊടയൊന്നും കൊണ്ടാകാതെ പോയത് ഈ മഴക്കാലത്ത്? എന്നിട്ടും ഉപ്പ സ്പീഡിൽ നടക്കുന്നില്ല, പതുക്കെയാണ് നടന്നു വരുന്നത്. ഇക്ക, ഒന്ന് വേഗം പോരി, മഴയല്ല കൊള്ളണത്, ഒന്ന് സ്പീഡിൽ പോകാൻ നോക്കി. എന്താ നിങ്ങൾ ഇങ്ങനെ ആക്കും പോലെ വരുന്നത്? ഉപ്പ അത് കേട്ടുകൊണ്ട് അതാ വീട്ടിലേക്ക് കയറുകയാണ്. പക്ഷേ ഉപ്പ വീട്ടിലേക്ക് കയറിയിരുന്നില്ല. പകരം ആ തിണ്ടിൽ അവിടെ ഇരുന്നു. അല്ല, എന്തപ്പോൾ ഇത് ഇവിടെ ഇരിക്കണത്? ഇങ്ങോട്ട് കയറിയിരിക്കേ. എന്തപ്പോൾ നിങ്ങൾ മഴ നനഞ്ഞിട്ടാണോ ഇവിടെ ഇരിക്കണത്? മോളെ, ആ തോർത്ത് കണ്ടെടുത്തോ. ഉപ്പയുടെ തലയൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ട്. അല്ല ഇക്ക, നിങ്ങൾ എന്തിനാ മഴത്ത് ഇങ്ങനെ ഇറങ്ങി പോകുന്നത്?
കുടയില്ലെങ്കിൽ ആ കടയിൽ നിന്ന് ചോദിച്ചാലും പോരെ. പക്ഷേ ഉപ്പ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. ഉപ്പയുടെ മുഖമാകെ ചുവന്നിട്ടുണ്ട്, കണ്ണുകൾ നിറഞ്ഞ പോലെ. ഉപ്പ എന്തു പറ്റി? നുസൈബ ഉപ്പയുടെ തല തോർത്തി കൊടുക്കുന്നതിനിടയിൽ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി. ഉപ്പ എന്തു പറ്റി? കണ്ണൊക്കെ ചുവന്നിട്ടുണ്ടല്ലോ. എന്താ പറ്റിയതിൻ്റെ ഉപ്പാക്ക്? വരി, ഡ്രസ്സൊക്കെ മാറിയിട്ട് വേറെ ഡ്രസ്സ് ഇടാം, വരി. ഉപ്പയുടെ തല തോർത്തി കൊടുക്കുന്നതിനിടയിൽ നുസൈബ അത് പറഞ്ഞുകൊണ്ട് ഉപ്പയുടെ കൈ പിടിക്കുന്നു. പക്ഷേ തൻ്റെ മോളെക്കുറിച്ചുള്ള ആ ഒരു അപവാദം, മോളെക്കുറിച്ച് കേട്ടത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ഉപ്പാക്ക് അപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എൻ്റെ മോൾ അങ്ങനെ ചെയ്യോ എന്ന് തന്നെയായിരുന്നു ആ പിതാവ് അപ്പോഴും ചിന്തിച്ചത്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. നുസൈബയുടെ ജീവിതം ഇനി എന്താകും? ഹുസൈനാജി എന്തെങ്കിലും ഫിത്തിനയുണ്ടാക്കുമോ? അല്ലെങ്കിൽ ഷമ്മാസിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ നുസൈബയ്ക്ക് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.